ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ആന വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. ആരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊണാർക്ക് കണ്ണനെയാണ്. അപ്പം കണ്ണനെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കണ്ണൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ണനെ ഉണ്ണിയപ്പം കൊടുത്തിട്ട് തുടങ്ങാം. എന്നാ അല്ല കൈ കാണിച്ചേ? കൈയൊന്നും കാണിക്കില്ല, വായാണ് കാണിക്കുള്ളൂ. അയ്യോ, നമ്മടെ മുഖത്തൂടെ വന്ന് ഇരിക്കും മൂപ്പര്. ആണല്ലേ? ആ ഇതെടുക്കട്ടെ. ഓ, എടുത്തോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇനി കണ്ണന്റെ വിശേഷങ്ങളിലേക്ക് പോവാണ്. കണ്ണനെ വഴി നടത്തുന്നത് സുജിത്ത് അല്ലേ? തൃശ്ശൂർക്കാരൻ തന്നെയാണല്ലോ. ശരിക്കും സ്ഥലം തൃശ്ശൂർ എവിടെയാ? ചൂണ്ടല്ല. ഓക്കെ, അപ്പൊ കണ്ണന്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് പോവാം. എന്താണ് പറയൂ, എത്ര നാളെ ഇപ്പൊ കേറിയിട്ട്? 7 മാസം മുമ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഗ്യാപ്പ് വന്നത് എന്തായിരുന്നു? അവർക്ക് പാട്ടം കൊടുത്തപ്പോ അവർക്ക് ആനക്കാരെ വെക്കണം എന്നൊരു ആഗ്രഹം, നമ്മളെ മാറ്റി. ഓക്കെ, അപ്പൊ ഇപ്പൊ വന്നിട്ട് 7 മാസം. ഓക്കെ, എന്താണ് പൊതുവെ കണ്ണന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയൂ? സ്വഭാവം ശാന്തനാണ്, എന്നാലും ആ പ്രായത്തിന്റെ ഒരു കുട്ടിക്കുറുമുണ്ട്. എത്രയാ അപ്പൊ ശരിക്കും വയസ്സ്? എത്രയാ? 39. ഓക്കെ, എന്നാൽ ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ പരിചയമില്ലാത്ത സ്ഥലം അങ്ങനെ ആൾക്കാര് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. ഓക്കെ, ആര് വന്നാലും ഞാൻ ഫസ്റ്റ് തന്നെ വന്നപ്പോഴേക്ക് കൈ കാണിച്ചു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഒരു ഭക്ഷണപ്രിയനാണോ? ആണോ? എന്താ എന്തെങ്കിലും കഴിക്കാത്തതുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, പൊതുവെ എങ്ങനെയാ ഒരു ദിവസത്തെ പിന്നെ രീതികള്? പട്ട അങ്ങനെയൊക്കെ കുടിക്കാൻ? 3 കൊണ്ട പട്ട വേണം. 3. സാധാരണ 10-25 പട്ട പറ്റില്ല. ഓക്കെ, അപ്പം ഭക്ഷണം നന്നായിട്ട് കഴിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായം അല്ലേ, അതൊരു വലിയ ഘടകമുണ്ടാവും. പിന്നെ വേറെന്തൊക്കെയാ പ്രത്യേകതകള്? ആനക്കാരോടൊക്കെ ഭയങ്കര കൂറാണ് മൂപ്പർക്ക്. ഭയങ്കര സ്നേഹമാണ്. പട്ടക്കാരനൊക്കെ ഭയങ്കര സ്നേഹമാണ്. എത്ര പേരാണ് നിങ്ങളുള്ളത്? ഇതിന് ഞങ്ങള് 4 ആളുണ്ട്. 4 ആളുണ്ടോ? ഓക്കെ, 4 ആൾക്കും ഒരേപോലെയാണോ? അല്ല, എങ്ങനെയൊക്കെയാ? 2 ആൾക്ക് ഒരാൾക്ക് തന്നെ ആനുള്ളൂ. ഓരോ ഒറ്റച്ചട്ടം ഒരു മൈൻഡാണ് മൂപ്പർക്ക്. അതെയോ? എന്നാലും നമുക്ക് ആളുള്ളപ്പോ കൂടുതലുള്ളവർക്ക് അവിടെ ഇവിടെ വന്ന് നിക്കാം എന്ന് മാത്രം. ഓക്കെ, നീരുകാലം മൂപ്പര് ലേശം ഡേഞ്ചറാണ്. ഏത് സമയത്ത് സാധാരണ ഉണ്ടാവാറ്? ഇതിന് ചിങ്ങമാസൊക്കെയാണ്. ഓക്കെ, അപ്പൊ എത്ര നാളോ ഇരിക്കാറുണ്ട്? 3 മാസം. 3.5 മാസം ഇരിക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുപ്പിക്കോ അതോ? ഒരാൾക്ക് സൂപ്പറാണ്. നീരുകാലത്തും മാരിപ്പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ എന്താ ഡേഞ്ചർ എന്ന് പറയാൻ കാര്യം? ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ആള് പോയി കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്കില്ല. എല്ലാ പണിയും കഴിഞ്ഞാ ആളാട്ടും. പണി എടുക്കണ വരെ സൂപ്പറാണ്. പണികള് കഴിഞ്ഞ് മൂപ്പർക്ക് തിന്നാൻ കിട്ടിയ അതാണ്. എന്തായാലും അവർക്ക് ശരിക്കും അതൊക്കെ കാലത്ത് നമ്മള് ആളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൂക്കുമുളി തിക്കും തിരക്കാണ് മൂപ്പർക്ക്. കഴിഞ്ഞ് നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് നമ്മള് ആരെടുത്തിട്ട് പോന്നാ പിന്നെ വഴിക്ക് പോകാം. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. നമ്മള് ഓടിച്ച് ആകെ തൂറ്റപ്പുളി ആക്കുമ്പോഴേ സീനാക്കും. അത് കഴിഞ്ഞ് പിന്നെ ആ വെള്ളം കൊടുക്കുന്ന സമയം ഒരു 3-3:30 കഴിഞ്ഞാൽ പപ്പനെ വേമായോ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ പറയും. വിളിക്കുമല്ലേ? ഭക്ഷണം എന്ത് കാര്യത്തിലും വിളിക്കും മൂപ്പര്. എന്ത് തിന്നാനും ചോദിച്ചിട്ടേ തിന്നു. ആണോ? ഭയങ്കര ചിട്ടവട്ടം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആനക്കുട്ടിയാണ്. അതല്ലേ? അതെ, ഭക്ഷണം കഴിഞ്ഞപ്പോഴും അതെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ വേഗം എല്ലാത്തിനും വിളിക്കും മൂപ്പര്. എപ്പോഴാ പിന്നെ ഈ രാവിലെ വരുമ്പോഴോ? അപ്പൊ രാവിലെ അടുത്ത് വരുമ്പോ എങ്ങനെയാ രീതികള്? കുഴപ്പമൊന്നുമില്ല. രാവിലെ കാണുമ്പോ തന്നെ വിളിക്കോ? ആളെ നിറം കണ്ടാ മതി. അവിടുന്ന് ചെറിയൊരു ഒച്ച കേട്ടാ മതി. കൂക്കുമുളി ഉണ്ടാക്കിട്ട് ആളെ വരുത്തും മൂപ്പര്. എങ്ങനെയാലും വേണ്ടില്ല. പണ്ടാദ്യം ചങ്ങല വീണ് കുളിക്കായിരുന്നു. അപ്പൊ ചങ്ങല കുളിക്ക് കൂക്കലായി. അപ്പം ഓരോ ആനകൾക്കും ഓരോ രീതികളുണ്ടല്ലോ. പിന്നെ അപ്പൊ ഈ ഇപ്പം നല്ല ഒരു മൈൻഡിലല്ല നിക്കണെന്നുണ്ടെങ്കിൽ ഈ വിളിയും പറച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോഴും ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ അപ്പൊ ഒരു മൂടും ശരിയല്ലാന്ന് മനസ്സിലാക്കുക? ഉറക്കം മൂപ്പർക്ക് വേണം. ആണോ? ഓക്കെ, അപ്പൊ അതിന് തടസ്സം വന്നാൽ ഞാൻ കൂടുതൽ ഓടിക്കും. അതന്നെ ഓടിക്കും. അപ്പൊ നേരത്തെ കിടന്നുറങ്ങോ? ഇല്ലില്ല, മൂപ്പർക്ക് ഒരു സമയമുണ്ട്. 1 മണി 1:30 ആകുമ്പോ സമയത്ത് തന്നെ കിടക്കുള്ളൂ. ശരി. ഓക്കെ, അതിന് മുന്നേ കിടത്താൻ നോക്കി കഴിഞ്ഞാൽ കാര്യമില്ല.
അതിന് മുന്നേ കിടത്താൻ ഇല്ല ഒരു മണിക്കൂർ തിന്നണം. മൂപ്പർക്ക് വിശപ്പ് മാറിയാ മാത്രമേ മൂപ്പര് കിടന്നുറങ്ങുള്ളൂ. ഓക്കെ ഓക്കെ. അത് വരെ പട്ടയ്ക്ക് കൂക്കടും മൂപ്പര്. വിളിച്ചോണ്ടേയിരിക്കും. എണ്ണം കഴിഞ്ഞ അപ്പ വിളിക്കും. പിന്നെ സുഖാണത്. ഇപ്പൊ അങ്ങനെ ആൾക്കാർ നിൽക്കണാനുണ്ടല്ലോ ഇതൊക്കെ പറക്കി തിന്നു മൂപ്പര്. നമ്മള് വിചാരിക്കും പിന്നെ തിന്നാൻ കൊടുക്കണില്ല ഇവര് വിചാരിക്കും. എല്ലാം അധികം വേസ്റ്റ് ആക്കില്ല. അല്ല് കംപ്ലീറ്റ് പറക്കി തിന്നു. നല്ല കാര്യല്ലേ? ഓ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഒരു 3 കണ്ട പട്ടമാണ്. എങ്ങനെ പോലെ ഒരു 40-45 പട്ടമാണ്. ഇവന്റെ ഉടമസ്ഥനെ കുറിച്ച് ഇപ്പൊ പഴയ ആദ്യം കഴിഞ്ഞ മുണ്ടക്കിലായിരുന്നു. മുണ്ടക്കിൽ കണ്ണനായിരുന്നു. ഇപ്പൊ അവിടെ നിന്ന് മാറി ഇപ്പൊ കൊണാർക്ക് കണ്ണനായി. കൊണാർക്കിൽ വന്നിട്ട് ഇതിന് ഞാനാണ് അഴിച്ച് പുറത്തേക്ക് ഇറങ്ങണതും ആദ്യമായിട്ട് പൂരിടക്കണതൊക്കെ ഞാനാണ്. കുറിയൊക്കെ നല്ല ഇതന്നെയുള്ള സ്ഥിരം ഇവന്റെ അല്ലല്ല പല മോഡലാണ്. നിങ്ങളല്ലേ തൊട്ട് കൊടുക്കുന്ന ആൾക്കാര്. കുറിയിൽ എക്സ്പേർട്ട് ആരാ? നമ്മൾ തന്നെ വരയ്ക്കുന്നത്. പാപ്പാൻ തന്നെ ഒരു 3-4 എണ്ണം കുറി ഉണ്ട്. ഒരു സ്വഭാവത്തില് ഈ അധികം ആനകൾക്ക് ഇല്ലാത്തതാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്, വിളിക്കുന്നത്. അതൊക്കെ അതുകൊണ്ട് ഒരു ഒച്ചയും പാടൊക്കെ ഉണ്ടല്ലോ. ആനടുത്തൊക്കെ വെറുതെ നിൽക്കല്ലോ. എത്രാമത്തെ ആനയാ ഇത്? വീട്ടിൽ കൊണ്ടിട്ട് നമ്മള് സാധനം കൊടുത്താൽ ചെറിയൊരു പഴം കൊടുത്താൽ മതി. പിറ്റേ ദിവസം കൂടെ വരുമ്പോ അവിടെ തന്നെ നിൽക്കും. അവിടെ ഇല്ലേ ചോദിക്കും. അവിടെ നിന്നും കൂക്കിടും. നമ്മള് എന്തൊക്കെ തല കുത്തി മറിഞ്ഞ പിടിച്ചാലും അത് അവിടെ കിട്ടാണ്ട് പോയില്ല. അതെയോ? അപ്പൊ അത്രയും നമ്മളെ വീടിന്റെ ആ സ്റ്റെപ്പിന്റെ മുകളിൽ കാലൊക്കെ നോക്കും. അവിടെ ആളില്ലേ എന്നൊക്കെ നോക്കും മൂപ്പര്. ഇപ്പൊ 2 ദിവസം നമ്മള് സ്ഥിരമായിട്ട് വീട്ടിൽ നിർത്തിയെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് പൂല മൂപ്പര്. ശരി. നമ്മള് വഴിയൊന്നും അങ്ങനെ കാണിച്ചോറൊക്കെ ഉണ്ടാക്കി വിട്ടു കൊടുത്താൽ മതി. ആനക്കാരനൊന്നും വേണ്ട. അപ്പം അതായത് ഇവന്റെ കൊണാർക്ക് വീട്ടുപേരല്ലേ? അല്ലെ? വീട്ടിൽ ചെല്ലുമ്പോഴോ? വീട്ടില് മോലാളെ വണ്ടർ സൗണ്ട് കേട്ടാ മതി. പിന്നെ മൂപ്പര് തിന്നോണ്ടിരിക്കണ മാറ്റും. അടുത്തത് വരട്ടെ. ആ റോളാണ്. പിന്നെ നമ്മള് ആനക്കാരനൊന്നും വേണ്ട. ആള് വന്നു നിന്ന് കഴിഞ്ഞാ പിന്നെ ഒരു വേറെ പ്രത്യേക കൂക്കലാണ്ട്, ഒരു പ്രത്യേക കൂലാണ്ട്. മുതലാളിമാർക്ക് വേറെ അല്ലേ? അവന്റെ ആ ഒരു സ്നേഹം പല രീതിയിലാണ്. മൂപ്പര മോശായും അങ്ങനെ തന്നെ. ശരി. ഭാവം മാറുന്നതിനനുസരിച്ച് അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള കുറിയും കാര്യങ്ങളും വരച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകും. ഭാവം മാറുന്നതനുസരിച്ചാണോ വരയ്ക്കും? അതാദ്യമായിട്ട് കേൾക്കണ്ട. അപ്പൊ എന്തൊക്കെ തരം കുറി വരയ്ക്കും? ഇതിപ്പോ 3 ദിവസമായി ഇപ്പൊ ഈ കുറി തന്നെ വരയ്ക്കുന്നു. ഇതിപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പാലക്കാട് സൈഡിലേക്കാണ് പോകുന്നത്. അവർക്ക് ഈ പെരുമാളുടെ കുറി ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് വരച്ചാൽ വേറെ മൂടാ. അപ്പൊ നമ്മള് കുറി മാറാന്ന് വെച്ചാൽ കയറും മാറും. കയറും മാറും. ഓ എന്തല്ലേ, ഓരോരുത്തർക്ക് ഓരോ ആനയുടെ സ്വഭാവം പോലെ തന്നെ ഓരോ പാപ്പന്മാർക്കും ഓരോ സ്വഭാവം. ഭയങ്കര ചിട്ടവട്ടാണ്. നമ്മള് കഴിക്കൊക്കെ കൂടെ നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ മണ്ണൊന്നും വരില്ല. നല്ല കുട്ടിയാണ്. ഓ പരിപാടി ഇല്ല എന്ന് ഒഴിവാണെന്ന് അറിഞ്ഞാ മൂപ്പര്. അപ്പൊ അതൊന്നും അയച്ചു മാറ്റി നിർത്തുവോ? പരിപാടി ഉണ്ട് നമുക്ക്. പിന്നെ മൂപ്പര് വലിയ ഒരു കുണ്ട കൂത്തിരിക്കോടെ. കുണ്ടില് കിടക്കാൻ നാക്കുട്ടോള് കിടക്കണ പോലെ ചൂട്ടൊക്കെ കിടക്കും. മൂപ്പര് വരുന്നവരൊക്കെ തട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കയറ്റും മൂപ്പര്. നമ്മള് JCBക്ക് മണ്ണ് ഇങ്ങനെ കറ്റ പോലെ കയറ്റും. ഇപ്പൊ ഇന്ന് പരിപാടിക്ക് വന്ന കാരണം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അല്ലെ? ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞാലേ നിങ്ങൾ ഇവിടെ രാവിലെ എത്തിയത് പരിപാടിക്ക് വേണ്ടി സെറ്റ് ആയിട്ട്. ഓക്കെ. ഇതിപ്പോ എത്രാമത്തെ ആനയാ? ഇപ്പൊ ഒരു 7ാമത്തെ ആനയാണ്. ചുമലായിട്ട് ഇപ്പൊ 7ാമത്തെ. ഏറ്റവും കൂടുതൽ ഏതാനിക്കാൻ നിന്നിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് മരുതീർക്കുളങ്ങര മഹാദേവൻ എന്നിട്ട് ആനയ്ക്കാണ്. അതിന് ആന നമ്മുടെ നാട്ടിൽ വന്ന ആ കാലം തൊട്ട് ഞാൻ തന്നെയായിരുന്നു. 6 കൊല്ലത്തോളം ഞാൻ ആനയ്ക്കുണ്ടായിരുന്നു. ആണല്ലേ? ഇപ്പോഴും പൊരാനയിൽ നിൽക്കുമ്പോ നമുക്ക് ഏതാനയാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. നമ്മളൊരു ആനയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ഒഴിവാകുന്നില്ല. ഇപ്പൊ 4 ദിവസം 5 ദിവസം അങ്ങനെ ഒഴിവാകുന്നില്ല. എങ്ങനെ പോയാലും ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം ഉണ്ടാവും. അതാണ് വേണ്ടത്. അതാണ് നല്ല കാര്യം അല്ലേ? ഇപ്പൊ 2ാമനായാലും 1ാമനായാലും 3ാമനായാലും അങ്ങനെ തന്നെ. അതിലും മാറ്റില്ല. ഏതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതുവരെ നിന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആനയാണ്? അതുകൊണ്ടാണ് ഈ ആന പിന്നെ വിളിച്ചാൽ നമ്മള് പിന്നെ വരരുത്. അപ്പൊ ഇടയിൽ ആ ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും അങ്ങനെ ആരും നിക്കില്ല എനിക്ക്. എല്ലാരും തട്ടിക്കൂട്ടിയിട്ടും തല്ലിയിട്ടും പിടിച്ചിട്ടും അങ്ങനെ തല്ലാനും പിടിക്കാനും നിൽക്കില്ല. സ്നേഹിച്ചാ മൂപ്പര് ചങ്ക് കുറച്ച് തരും. ഇവന്റെ കൂടെ നിന്നിട്ട് ഇപ്പൊ ഇതിൽ ഏറ്റവും നല്ലൊരു മനസ്സിന് സന്തോഷമുള്ള ഒരു അനുഭവം ചോദിച്ചാൽ എന്താ പറയാ? എന്നും അങ്ങനെ തന്നെ.
എന്നും അങ്ങനെ തന്നെ. പ്രത്യേകം ഒന്നും പറയില്ല അല്ലേ? ഇല്ല, മൂപ്പർക്ക് നമ്മളെ കണ്ടാ മതി. ആ, അത്ര ജീവനാ. ആ, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറയും? വീട്ടില് അച്ഛനമ്മ, പിന്നെ ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഓക്കെ. കുട്ടി എത്ര വയസ്സായി? കുട്ടിക്ക് ഇപ്പൊ 90 ആവണു. അത്രയായിട്ടുള്ളൂ? അത്രയായിട്ടുള്ളൂ. കൊച്ചു ഭാവയാണ്. ഓ ശരി. വീട്ടിലോട്ട് കൊണ്ടുപോകാറുണ്ടോ? ഓ, എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. ആണോ? ആ, ഞാൻ ഇരുന്ന് വെച്ചാൽ വീട്ടിലെ. അപ്പൊ ഭാര്യയൊക്കെ അടുത്തല്ലോ? അങ്ങനെ അച്ഛനമ്മയൊക്കെ അവർക്കൊക്കെ? ആ, അവരൊന്നും കുഴപ്പമില്ല. നമ്മളൊന്നും വേണ്ട. ആ, അതെന്നും അവരങ്ങനെ കൊടുത്തിട്ട് അവർക്ക് ആ, അറിയാം. ആ. അപ്പൊ എന്റെ നാട്ടിലെ ചൂണ്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മള് വേണ്ട, നമ്മള് പിന്നാലെ വന്നാൽ മതി. മൂപ്പര് ഇങ്ങനെ പൊക്കോളും. വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അങ്ങനെ പൊക്കോളും. ഓക്കെ ഓക്കെ. ഇപ്പം അതായത് പിന്നെ പ്രത്യേകമായിട്ട് മരുന്നുകളും അതായത് നീര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ശരീരമൊക്കെ നന്നാക്കാനായിട്ട് നോക്കുന്നേ? അല്ല, നമ്മളങ്ങനെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് മരുന്നുകളും കൊടുക്കാറ്? പനമ്പട്ട തന്നെ തീറ്റ വേണം എപ്പോഴും. അത് തെങ്ങുമ്പട്ടായാലും വേണ്ടില്ല, എന്തും അറിയാൻ കുഴപ്പമില്ല. സാധനം മൂപ്പര് കണ്ണ് നിറച്ച് കാണണം. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കോ? വെള്ളം 3 നേരം കിട്ടിയ മൂപ്പർക്ക് അത്ര ശേഷം. അതെ. എന്താണ് ഇവരെ അനുസരിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ കുഴപ്പമില്ല. നമ്മള് ഈ പൂരപ്പറമ്പിലൊക്കെ മറ്റുള്ള ആനകളൊക്കെ നോക്കണം. പിന്നെ മൂപ്പര മേത്ത് അങ്ങനെ മറ്റുള്ള ആനകളുടെ തോട്ടിമടി തട്ടുക, അതൊന്നും മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ മൂപ്പര് ലാലാശാണ്ട് ഇറങ്ങി കേട്ടാ മൂപ്പര് തന്നെ പറയും. ഇവിടെ അപ്പോ എന്തായാലും ഇനി നമ്മുടെ പൂരത്തിന് വന്നതായത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ബുദ്ധിമുട്ടിക്കണില്ല. എന്തായാലും ഇത്രയും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെച്ചതില് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് പൂരൊക്കെ അടിപൊളിയാക്കണം കേട്ടോ. അപ്പൊ അതല്ലേ പറഞ്ഞേ ഇത്രേ ഉള്ളു സൗണ്ട്. തുമ്പിക്കൈ ഇത്രേ ഉള്ളു, ഇങ്ങനെയാണോ ഉയർത്തുള്ളൂ? മൂപ്പര് സമയമില്ല, മൂപ്പർക്ക് മനസ്സിലായില്ല. വെള്ളം കിട്ടണം മൂപ്പർക്ക്. വെള്ളം കുടിക്കേണ്ട സമയമൊക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി കണ്ണൻ പൂരത്തിലേക്ക് പോവാൻ പോവാണ്. അപ്പം ആ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം.